ഹായ്, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്റെ ചാനലിന് മുട്ടം പണി കിട്ടി. എന്റെ ഒരു ചാനൽ മാത്രമല്ല, എല്ലാ ചാനലിനും മുട്ടം പണി കിട്ടി. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. ഇപ്പൊ എന്തുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിഗ് ബോസ്, അതെ, ബിഗ് ബോസ് സീസൺ 8 നമ്മൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. അടുത്ത മാസം 6-ാം തീയതി. തീർച്ചയായും ബിഗ് ബോസ് വരുമ്പോൾ നമ്മൾ ഉണ്ടാവും. കാരണം ബിഗ് ബോസിലൂടെയാണ് നിങ്ങൾ നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടത്, സ്നേഹിച്ചത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വരുമ്പോൾ നമ്മൾ ഉണ്ടാവും നമ്മളുടെ ചാനലുമായിട്ട്. ബിഗ് ബോസ് സീസൺ 8 സെപ്റ്റംബർ 6-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിലും അഗ്നിപരീക്ഷ അത് ഈ മാസം 15-ാം തീയതി മുതൽ നമ്മൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. എന്താണ് അഗ്നിപരീക്ഷ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 21 ദിവസമാണ് ആ ഷോ ഉണ്ടാവുക. അതിന്റെ ജഡ്ജസ് ആയിട്ട് അഖിൽ മാരാർ, രഞ്ജിനി ഹരിദാസ്, റിയാസ് സലീം, അതായത് സീസൺ 5-ലെ വിജയിയാണ് അഖിൽ മാരാർ. അതുപോലെ സീസൺ 1-ൽ ഉണ്ടായിരുന്ന രഞ്ജിനി ഹരിദാസ്, പിന്നെ റിയാസ് സലീം സീസൺ 4-ലെ മികച്ച താരമായിരുന്നു. അപ്പൊ ഇവര് മൂന്നുപേരുമാണ് അതിലെ ജഡ്ജസ്. ഇതിലെ ഒരു പ്രൊമോ പുറത്തുവിട്ടു, ഒരു മാസ് പ്രൊമോ. തീർച്ചയായും അഗ്നിപരീക്ഷ എന്നുള്ളത് ബിഗ് ബോസിലേക്ക് സാധാരണക്കാർ, അതായത് മികച്ച സാധാരണക്കാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി തന്നെയാണ്. ബിഗ് ബോസിലേക്ക് സാധാരണക്കാർ വരുന്നത് ഒരു പുതിയൊരു കാര്യമൊന്നുമല്ല. മുൻപ് അനീഷ്, റസ്മിൻ ബായ്, നന്ദന, അങ്ങനെ ഒരുപാട് പേർ വന്ന് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണക്കാരിൽ നിന്ന് മികച്ചവരെ തെരഞ്ഞെടുത്ത് ബിഗ് ബോസിലേക്ക് കടത്തിവിടുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് അഗ്നിപരീക്ഷ എന്ന ഷോ ഉണ്ടാവുന്നത്. തീർച്ചയായും നല്ലൊരു കാര്യമാണ്. ഒരുപാട് സാധാരണക്കാരിൽ നിന്ന് 1-2 പേരെ തിരഞ്ഞെടുത്ത് ബിഗ് ബോസിലേക്ക് അയക്കുന്നു. പക്ഷെ നമ്മൾ കാണുന്നത് ആ 2 പേരെ മാത്രമാണ്. ഇതിന് പുറകിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നൊന്നും നമ്മൾക്ക് അറിയില്ല. പക്ഷെ ഇതിലൂടെ, അതായത് ഈ അഗ്നിപരീക്ഷയിലൂടെ 40 പേരാണ് മത്സരിക്കുന്നത്. അതൊരു ഷോ ആണ്. അപ്പൊ ഈ 40 പേരെയും നമ്മൾക്ക് അറിയാൻ സാധിക്കും. അവരെന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അറിയാൻ സാധിക്കും. അതിൽ നിന്നും ജഡ്ജസ് തിരഞ്ഞെടുക്കുന്ന 2 പേർ ബിഗ് ബോസിലേക്ക് നേരിട്ട് വരുന്നു. മറ്റു 2 പേരെ നമ്മളുടെ വോട്ടിലൂടെ നമ്മൾ ബിഗ് ബോസിലേക്ക് കയറ്റി വരുന്നു. ഇങ്ങനെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതായത് മൊത്തം 4 സാധാരണക്കാർ ഈ ബിഗ് ബോസ് സീസൺ 8 ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായിട്ട് അറിയില്ല, ഇനി മാറ്റം വന്നേക്കാം. എന്തായാലും ബിഗ് ബോസ് സീസൺ 8 നമ്മൾക്ക് മുന്നിലേക്ക് സെപ്റ്റംബർ 6-ന് എത്തുകയാണ്. ഈ ബിഗ് ബോസ് സീസൺ 8-ന്റെ പ്രൊമോ എല്ലാവരും കണ്ടു കാണും. മികച്ച പ്രൊമോ, അതുപോലെ അഗ്നിപരീക്ഷയുടെ പ്രൊമോ, അതും മാസ് പ്രൊമോ. പക്ഷെ ഈ പ്രൊമോ കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. നമ്മൾ ബിഗ് ബോസ് സീസൺ 7-ന്റെ പ്രൊമോ കണ്ടതാണ്. വാഴകൾ ഉണ്ടാവില്ല, കരച്ചിൽ നാടകം ഉണ്ടാവില്ല, വിക്ടിം കാർഡ്, ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് ആ പ്രൊമോയിൽ അന്ന് പറഞ്ഞത്. എല്ലാവരെയും തൂക്കുന്ന പറഞ്ഞത്. പക്ഷെ എന്നിട്ട് എന്തുണ്ടായി? സീസൺ 7 ഫുള്ള് അതൊക്കെ തന്നെ ആയിരുന്നു. അപ്പോ പ്രൊമോ കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇതൊക്കെ ഉണ്ടാവും. എന്തായാലും സീസണിൽ മികച്ച കണ്ടസ്റ്റൻസ് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതായത് സീസൺ 1 പോലെ, സീസൺ 4 പോലെ മികച്ച കണ്ടസ്റ്റൻസ് ഉണ്ടാവട്ടെ. മികച്ച ബിഗ് ബോസ് നമുക്ക് കാണാൻ സാധിക്കട്ടെ. എന്തായാലും ഇപ്പൊ ബിഗ് ബോസ് നമ്മൾക്ക് മുന്നിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ്. ബിഗ് ബോസിനെ കുറിച്ചുള്ള ചർച്ചകളുമായിട്ട് നമ്മളുടെ ഈ ചാനൽ ഉണ്ടാവും. നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.